അങ്ങനെ പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ സുവർണ മോഹങ്ങൾക്ക് തിരിച്ചടി വന്നിരിക്കുകയാണ്. 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയായിരിക്കുന്നു. ന്യൂസ് ലഞ്ച് തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം ആദ്യം. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കടുത്ത തിരിച്ചടി. 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് അയോഗ്യ. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു. അനുവദനീയമായതിലും 100 ഗ്രാം കൂടുതലെന്ന് കണ്ടെത്തൽ. അയോഗ്യത. ഫൈനലിൽ മത്സരിക്കാനിരിക്കെ വിനേഷിന് മെഡൽ നഷ്ടമാകും. പറഞ്ഞറിയിക്കാനാകാത്ത വേദനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ില്ല 8-9 ക്ലാസുകളിൽ ജയിക്കാൻ വിഷയങ്ങളിൽ 30% മാർക്ക് ആവശ്യം. 2026-27 വർഷത്തിൽ SSLCയിൽ വിജയിക്കാനും മിനിമം മാർക്ക്. എയ്ഡഡ് സ്കൂൾ നിയമനം PSCക്ക് വിടുന്നതിൽ ധൃതി പിടിച്ച് തീരുമാനമെടുക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വയനാട് ദുരന്തത്തിൽ ഇനിയും കണ്ടെത്താനുള്ളവരുടെ ചിത്രങ്ങൾ പുറത്ത്. 138 പേരുടെ പട്ടിക അന്തിമമല്ലെന്ന് സർക്കാർ. ദുരന്തഭൂമിയിൽ 9ാം നാളും തിരച്ചിൽ. ചാലിയാറിലെ തിരച്ചിലിൽ ഇന്നും ഒരു മൃതദേഹഭാഗവും ശരീരഭാഗവും കണ്ടെത്തി. ഉരുൾ ദുരന്തം പഠിക്കാൻ കേന്ദ്ര സംഘം വയനാട്ടിലെത്തും. സംഘത്തിൽ 9 മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ. പുനരധിവാസം വേഗത്തിലാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. മന്ത്രിസഭാ ഉപസമിതിക്ക് പൂർണ്ണ ചുമതല. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിലെ 20 പ്രവർത്തകരെ തല്ലിക്കൊന്നതായി റിപ്പോർട്ട്. ധാക്കയിലെ ഹൈക്കമ്മീഷനിൽ നിന്നും ഭൂരിപക്ഷം ജീവനക്കാരെയും തിരിച്ചു വിളിച്ച് ഇന്ത്യ. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ഘടിപ്പിച്ച് ലീഗ്. ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താൻ ബില്ലിൽ നിർദ്ദേശം. കേന്ദ്ര നീക്കം വഖഫ് ബോർഡിനെ ഇല്ലാതാക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ കക്ഷി ചേർന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരായ ഹർജിയിൽ വാദം തുടരും. നിർമ്മാതാവിന്റെ ഹർജി തള്ളണമെന്ന ആവശ്യവും കോടതി പരിഗണിക്കും. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ആവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. നിലവിലെ ഡാം മധ്യ കേരളത്തിന് ഭീഷണിയെന്ന് ഹൈബീഡനും ബെന്നി ബെഹന്നാനും. നീക്കം വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കൊച്ചിയിൽ നിന്നും മനുഷ്യക്കടത്തുന്ന പരാതി. പള്ളുരുത്തി സ്വദേശി അഫ്സർ അഷ്റഫ് അറസ്റ്റിൽ. എറണാകുളം സ്വദേശികളെ കടത്തിയത് ചൈനയിൽ ജോലി കിട്ടുമെന്ന് പ്രലോഭിപ്പിച്ച്. കണ്ണൂരിൽ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ പോക്സോ കേസിൽ അറസ്റ്റിൽ. അബ്ദുൾ റസാഖ് പിടിയിലായത് ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ. നിലവിൽ റസാഖ് 2ാം ഭാര്യ നൽകിയ പീഡനക്കേസിൽ സസ്പെൻഷനിലാണ്. VD സതീശനെതിരായ പുനർജനി കേസിൽ തെളിവ് നശിപ്പിക്കാൻ പരാതിക്കാരൻ. പണം പിരിച്ചുവെന്ന് സതീശൻ സമ്മതിക്കുന്ന വീഡിയോ ഇന്ന് ഹാജരാക്കുമെന്ന് ജെയ്സൺ പാനിക്കുളങ്ങര. പദ്ധതിക്കായി വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചെന്ന് കേസ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരന്റെ മരണം കൊലപാതകം. കോളയാട് സ്വദേശി കരുണാകരനെ സഹതടവുകാരൻ അടിച്ചു കൊലപ്പെടുത്തിയെന്ന് പോലീസ്. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യും. നടി ആക്രമിച്ച കേസിൽ ജാമ്യം തേടി പ്രതി
പൾസർ സുനി സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ചത് തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് ഹൈക്കോടതി പിഴ ചുമത്തിയതോടെ. അമീബിക് മസ്തിഷ്ക ജ്വരഭീതിയിൽ തലസ്ഥാനം. നെയ്യാറ്റിൻകര സ്വദേശികൾ ചികിത്സയിൽ. രോഗലക്ഷണങ്ങളോടെ എത്തിയവർക്ക് പ്രത്യേക നിരീക്ഷണം. കണ്ണറവിളയിലെ പൊതുകുളം വീണ്ടും പരിശോധിക്കും. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. തിരച്ചുഴിയിൽപ്പെട്ട് കാണാതായത് തുമ്പ സ്വദേശി സെബാസ്റ്റ്യനെ. തിരച്ചിൽ തുടരുന്നതായി മത്സ്യത്തൊഴിലാളി. ഒളിമ്പിക് മെഡൽ ജേതാവ് മീരാഭായ് ചനു പാരീസിൽ ഇന്നിറങ്ങും. വെയ്റ്റ് ലിഫ്റ്റിൽ 49 കിലോ വിഭാഗത്തിൽ മത്സരം. ടേബിൾ ടെന്നീസ് സെമി ലക്ഷ്യമിട്ട വനിതാ ടീം ഇന്ന് ജർമ്മനിയെ നേരിടും. ഗോൾഫിലും അത്ലറ്റിക്സിലും ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം.